Hi my dear friends, once again welcome back to Sequences and Series. We are discussing arithmetic progression and we can go to some more problems from Sequence and Series. നമ്മുടെ 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. If m times tm is equal to n into tn, then find its m plus nth term. മനസ്സിലായോ മക്കളെ ക്വസ്റ്റ്യൻ? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എലാബറേറ്റ് എഴുതാം. m times the mth term of an AP is equal to n times its nth term. Then find its m plus nth term. അതായത് ഇപ്പോൾ 10 times the 10th term is equal to 5 times its 5th term. Then find its m plus n. എന്ന് വെച്ചാൽ എമ്മിൻ്റെ സ്ഥാനത്ത് 10ഉം എന്നിൻ്റെ സ്ഥാനത്ത് n-ഉമാണ്. T15 കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. m times the mth term of an AP if m into tm is equal to n into tn. ഇതിനിടയ്ക്ക് ഒരു വേർഡും കൂടെ എഴുതണം. If the m into tm is equal to n into if in an AP അങ്ങനെ എഴുതണം. If in an AP m into tm is equal to അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. Okay, if in an AP m times mth term is equal to n times nth term, then find its m plus nth term. Okay, ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ് m into tm is equal to n into tn. നമുക്ക് വേണ്ടത് tm plus n ആണ് വേണ്ടത്. tm plus n കണ്ടുപിടിക്കണം. tm plus n അവിടെ m plus nth ടേം എന്ന് പറഞ്ഞാൽ tm plus n, nth ടേം എന്ന് പറഞ്ഞാൽ a plus n minus 1 into d. അപ്പോൾ നമുക്ക് m into tm എന്ന് പറയാൻ നമുക്കറിയാമല്ലോ എന്താണ് ഫോർമുല. a plus m minus 1 into d. ജസ്റ്റ് tmന്റെ ഫോർമുല എഴുതി. ഇവിടെ നമുക്ക് അതുപോലെ എഴുതാം. ഇവിടെ n ടൈംസ് ആണ്. സോ a plus n minus 1 into d എന്നാണ്. റൈറ്റ്? വി ആർ ജസ്റ്റ് റീപ്ലേസിങ് ഈ എമ്മിൻ്റെ tmന്റെ വാല്യൂ കൊടുത്തു, tnന്റെ വാല്യൂ കൊടുത്തു. വേണമെങ്കിൽ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് എഴുതിക്കുള്ളൂ. ബിക്കോസ് tn is equal to നമ്മുടെ ഫോർമുലയാണ് a plus n minus 1 into d. അത് വെച്ച് നമുക്ക് tm എന്ന് പറയാം. tm is equal to a plus m minus 1 into d അങ്ങനെ വരും. അത്രയേ ഉള്ളൂ, അതങ്ങ് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഉദ്ദേശം അതിനകത്ത് എയും ഡിയും കണ്ടുപിടിക്കാം. എയും ഡിയും കണ്ടുപിടിച്ചാൽ പിന്നെ ഒരു എ പിയുടെ എന്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം എം എ പ്ലസ് എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു ഡി, റൈറ്റ്? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഇൻറ്റു ഇത് ഇസ് ഈക്വൽ ടു ഇത് അതുപോലെ തന്നെ എൻ എ പ്ലസ് n into n minus 1 into d. This is the formula. Okay. ഇനി നമുക്ക് ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യാം. എം എ എല്ലാം കൂടെ നമുക്ക് ഇപ്പത്തെ സൈഡിലേക്ക് അല്ല എ ഉള്ള ടൈം എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ എം എ ഉണ്ട്, ഇവിടെ എൻ എ ഉണ്ട്. അത് ഇപ്പറേ വരുമ്പോൾ എം എ മൈനസ് എൻ എ ഈക്വൽ ടു ഇവിടെ n into n minus 1 into d. നമുക്ക് n into n minus 1 into d ഇത് ഇപ്പുറത്തേക്ക് വരുന്നു. അപ്പോൾ മൈനസ് വരും m into m minus 1 into d. മക്കളെ എന്നോട് പറയാം, ഇവിടെ എം എ ഉണ്ട്, ഇവിടെയുണ്ട്. ഈ എൻ എനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് മൈനസ് ആവും. ഇനി ഇവിടെ n into n minus 1 into d ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെയുണ്ട്. ഈ ടേമിനെ ഡി ഉള്ള ഈ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് മൈനസ് ആവും. m into m minus 1 into d എന്നാവും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നോക്കിക്കേ, ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ടേം ഇല്ലേ? എന്താണ്? എ ഉണ്ട്, നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ എം മൈനസ് എൻ എന്ന് വരും. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഡി ഉണ്ട് ഇല്ലേ? ഡി പുറത്തേക്ക് എടുക്കാം. ഇവിടെയുണ്ട് ഡി, ഇവിടെയുണ്ട്. അപ്പോൾ ഇത് എൻ ഇൻറ്റു എൻ മൈനസ് 1 വരും, മൈനസ് എം ഇൻറ്റു എം മൈനസ് 1 എന്ന് വരും. ഓക്കെ ഓക്കെ, ഇത് നമ്മളൊന്നും കാണിക്കുന്നില്ല. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഡി ഇൻറ്റു എൻ ഇൻറ്റു എൻ ഈസ് എൻ സ്ക്വയർ. നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ എൻ ഇൻറ്റു മൈനസ് എൻ മൈനസ് എൻ. ഇത് മൈനസ് എം ഇൻറ്റു എം എം സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എം. അവിടെ നോക്കിക്കോ, എൻ ഇൻറ്റു എൻ എൻ സ്ക്വയർ, എൻ ഇൻറ്റു മൈനസ് 1 മൈനസ് എൻ
minus m into m, m square, minus into minus plus, m into 1 is m. Okay, that's equal to d into ഞാൻ ഈ n സ്ക്വയർ മൈനസ് m സ്ക്വയർ സ്ക്വയർ ഉള്ള ടേം അടുപ്പിച്ച് പിന്നെ എന്നാ ഉണ്ട് പിന്നെ മൈനസ് n ഉണ്ട് പ്ലസ് m ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു d ഇൻറ്റു n സ്ക്വയർ മൈനസ് m സ്ക്വയർ. ഒരു മൈനസ് ഇങ്ങനെ പുറത്തെടുക്കുവാണെങ്കിൽ ഇതിനെ n മൈനസ് m എന്ന് എഴുതിക്കൂടെ. നോക്കിക്കേ, മൈനസ് ഇൻറ്റു n മൈനസ് n മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് m പഴയതുപോലെ ആവും. പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഫോർമുല ഓർക്കുന്നുണ്ടോ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നൊരു ഫോർമുല ഉണ്ട് അല്ലേ. ആ ഫോർമുല ഞാനിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയറാണ്. അപ്പം എന്നാ വരും? എൻ മൈനസ് എം ഇൻറ്റു എൻ പ്ലസ് എം എന്ന് വരും. ശരിയല്ലേ? ഇവിടെ എൻ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഈ ഫോർമുല ഉപയോഗിച്ച് എഴുതുവാണെങ്കിൽ ആദ്യം പ്ലസ് സെറ്റ് എഴുതുക, പിന്നെ മൈനസ് സെറ്റ് എഴുതുക, എൻ മൈനസ് എം. ആ ഫോർമുല ഞാനിവിടെ എഴുതി. മൈനസ് ഇത് അതുപോലെ തന്നെ എൻ മൈനസ് എം. ഓക്കെ മക്കളെ, ഈ സൈഡിൽ നോക്കിക്കോ, എ ഇൻറ്റു എം മൈനസ് എം. ഓക്കെ, ഇനി ഇതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഇതൊരു ടേം, ഇത് അടുത്ത ടേം. ഈ രണ്ട് ടേമിലും ഇവിടെ ഒരു എൻ മൈനസ് എം ഉണ്ട്, ഇവിടെ ഒരു എൻ മൈനസ് എം ഉണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ആ എൻ മൈനസ് എമ്മിനെ ഇനി പുറത്തേക്ക് എടുക്കാം. ഓൾറെഡി ഇവിടെ ഒരു ഡി ഉണ്ട് ഇവിടെ, അപ്പൊ അതവിടെ ഉണ്ട്. ഡി ഇൻറ്റു എൻ മൈനസ് എം പുറത്തേക്ക് എത്തും. മിച്ചം എന്നാ ഉണ്ട്? ഇവിടെ ഇവിടെ എൻ ഉണ്ട്, ഇവിടെ എം ഉണ്ട്, ഇവിടെ മൈനസ് 1 ഉണ്ട്. കറക്റ്റ്? മനസ്സിലായോ മക്കളെ? ഇവിടെ എൻ ഉണ്ട്, ഇവിടെ എൻ പ്ലസ് എം ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്. കാരണം ഇത് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 ഉള്ളൂ. ഇവിടെ മൈനസ് വന്നിരിക്കുന്നത് മൈനസ് 1 ആവും. ദാറ്റ് ഈസ് എ ഇൻറ്റു എം മൈനസ് എൻ. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ അതിനെ കൂടി ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരാം. സോ എ ഇൻറ്റു എം മൈനസ് എൻ, ഇപ്പുറം വരുമ്പോൾ മൈനസ് ഡി, ഡി നമുക്ക് അല്ലെങ്കിൽ ഒന്നും കൂടെ എഴുതാം. ഈസ് ഈക്വൽ ടു ഈ സ്റ്റെപ്പ് കഴിഞ്ഞോട്ടെ എൻ മൈനസ് എം ഇൻറ്റു എം പ്ലസ് എൻ ഒന്ന് തിരിച്ചെഴുതുന്നേ ഉള്ളൂ. എൻ എം ഒന്ന് തിരിച്ചെഴുതി മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഡിയിൽ ഇത് മാറ്റി എഴുതി, ഇതിന് ഇപ്പുറത്തെ ഇതിലേക്ക് എഴുതുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായല്ലോ? ഇവിടെ ഈ ഡി ഉണ്ട്, ഡി ഇവിടെ ഉണ്ട്, ഇത് നമ്മളത് തിരിച്ചെഴുതി. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ എ ഇൻറ്റു എം മൈനസ് എൻ, ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, മൊത്തത്തോടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? മൈനസ് വരും അല്ലേ? മൈനസോ ബ്രാക്കറ്റ് അവിടെ ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടേം കംപ്ലീറ്റ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് വരും. എൻ മൈനസ് എം ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ. ഇനി ഇവിടെ ബ്രാക്കറ്റ് വേണ്ട. ഇസ് ഈക്വൽ ടു എന്ത് സംഭവിക്കും? ഇസ് ഈക്വൽ ടു അതായത് ഈ ടേമിന് കംപ്ലീറ്റ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് മൈനസ് ആയി. ഈ സൈഡിൽ എന്താവും? ഒന്നുമില്ല, 0. മനസ്സിലായോ? ഇതിനെ മുഴുവൻ ഇപ്പൊ നമ്മൾ 2 ഈസ് ഈക്വൽ ടു എക്സ് എന്നാണെങ്കിൽ നമുക്ക് പറയാമല്ലോ 2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന്. ഈ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, മൈനസ് എക്സ് ആവും, ആ സൈഡ് 0. അങ്ങനെ അത്തരത്തിലാണ് ഇത് കംപ്ലീറ്റ് ഇപ്പുറത്തേക്ക് വന്നു, ഇപ്പൊ മൈനസ് ആയി, ഈക്വൽ ടു 0. ഓക്കെ മക്കളെ, യാ ദാറ്റ് മീൻസ് നമുക്ക് ഈ എ ഇൻറ്റു എം മൈനസ് എൻ ഇതിനെ വേണമെങ്കിൽ ഒന്ന് തിരിച്ചെഴുതാം. തിരിച്ചെഴുതുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് എഴുതിയാലും മതിയാവും. എൻ മൈനസ് ഞാൻ ഇതിനൊന്ന് തിരിച്ചെഴുതുമ്പം എനിക്ക് വ്യത്യാസം എന്താ വരിക? എം മൈനസ് എൻ എന്ന് എഴുതുമ്പോൾ ഒരു മൈനസ് കൂടെ പുറത്തേക്ക് വരത്തില്ലേ? നോക്കിക്കേ, ഞാൻ ഈ എൻ മൈനസ് എം ഇതിനെ ഞാനൊന്ന് ഒരു മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ ഇതിനെ തിരിച്ചിങ്ങനെ എഴുതിക്കൂടെ? നോക്കിക്കേ മക്കളെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, മൈനസ് എം ഇവിടെയുണ്ട്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എൻ. കറക്റ്റ് അല്ലേ? അപ്പോൾ അത്തരത്തിലാണ് ഇതിനെ എഴുതിയത്. ഒരു മൈനസ് പുറത്തെടുത്ത് ഇപ്പോൾ തിരിച്ചു വന്നു. ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 0. ബാക്കി എന്തിനും ഒരു ചേഞ്ചും ഇല്ല. എന്തിനാന്ന് ചോദിച്ചാൽ ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ എ ഇൻറ്റു എം മൈനസ് എൻ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എം മൈനസ് എൻ ഇൻറ്റു
m plus n minus 1 into d is equal to 0. ഓക്കെ, ഇനി നോക്കിക്കോ, ഇതിനകത്തൊരു m മൈനസ് n ഉണ്ട്, ഇവിടെ ഒരു m മൈനസ് n ഉണ്ട്. അപ്പോൾ നമുക്കത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. നിശ്ചയനാണ്ട് മക്കളെ, a പ്ലസ് m മൈനസ് n പോകുന്ന പിന്നെ ഇവിടെ m മൈനസ് n പോകുന്ന പിന്നെ m പ്ലസ് n മൈനസ് 1 ഇൻറ്റു d is equal to 0. That means ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഒന്നുകിൽ m മൈനസ് n ഈക്വൽ ടു 0 വരാം, ഓർ അല്ലെങ്കിൽ ഇത് തരാം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ a പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു 0. രണ്ടും 0 ആയാലും നമുക്ക് സന്തോഷം. ഒരെണ്ണെങ്കിലും 0 ആവണം, എന്നാലേ ഉള്ളൂ പ്രോഡക്റ്റ് 0 ആവുള്ളൂ. m മൈനസ് n ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ m ഇവിടെ നിർത്തി മൈനസ് n അപ്പുറത്തേക്ക് ഉണ്ടാവണമെങ്കിൽ m ഈസ് ഈക്വൽ ടു n എന്ന് വരും. ഓർ a പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ അർത്ഥം എന്താ? m ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ m ഒരു ടേം ആണ്, n ഒരു ടേം ആണ്. അപ്പൊ 10ാമത്തെ ടേം ഈസ് ഈക്വൽ ടു 10ാമത്തെ ടേം. അതായത് m ഉം n ഉം ഈക്വൽ വരാം. അതൊരു മീനിങ് ഇല്ലാത്ത കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രിവിയൽ കേസാണ്, നാച്ചുറലി എല്ലായിടത്തും ഉണ്ടാകാവുന്ന ഒരു കേസാണ്. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇത് 0, a പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഇസ് ഈക്വൽ ടു 0 എന്നാവും. ഇനി ഇതിന്റെ മീനിങ് എന്താ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വാട്ട് ഈസ് ടി എൻ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d കുറച്ചൊന്നും നമ്മൾ എഴുതിയായിരുന്നു. വാട്ട് ഈസ് ടി എം? അതും നമ്മൾ എഴുതിയായിരുന്നു, a പ്ലസ് m മൈനസ് 1 ഇൻറ്റു d. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് a പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ n വന്നാൽ n മൈനസ് 1 വന്നാൽ ടി എൻ വരും, ഇവിടെ m മൈനസ് 1 വന്നാൽ ടി എം വരും. അപ്പൊ ഇവിടെ m പ്ലസ് n വന്നാലോ? ദാറ്റ് ഈസ് എന്ത് വരും? ടി എം പ്ലസ് n വരും. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ മക്കളെ? ദിസ് ഇംപ്ലൈസ് വാട്ട്? ടി എം പ്ലസ് n ഇസ് ഈക്വൽ ടു 0 അല്ലെ? ടി എം പ്ലസ് n ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദ റീസൺ. ഇതാണ് അതിന്റെ റീസൺ. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞേ? m പ്ലസ് n ടേം 0 ആയി. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നേ? m പ്ലസ് n ടേം കണ്ടുപിടിക്കാനാ പറഞ്ഞത്. നമ്മളിപ്പോ ഒരു വഴിക്ക് പോയി, നമ്മുടെ ലക്ഷ്യം ആൻസർ ആയിരുന്നെങ്കിൽ നമ്മൾ വേറെ വഴി കൂടെ പോയി വന്നപ്പോൾ നമുക്ക് ഇതും കിട്ടി, ഏത് m പ്ലസ് n ഇതും കിട്ടി. അപ്പോൾ ടി എം പ്ലസ് n ഇസ് ഈക്വൽ ടു 0. ഇത് ഇത്തിരി ലെങ്തി ആണ്, മാത്രമല്ല ഇത്തിരി നമുക്കറിയാം ഇത് എല്ലാം സിമ്പിൾസ് ആണ് അല്ലെ, നമ്പേഴ്സ് ഒന്നുമില്ല, ഒരു നമ്പറും ഇല്ല, എല്ലാം സിമ്പിൾസ് ആണ്. അപ്പൊ ഈ ഒരു സിമ്പിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്തു വന്നേ. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതുവരെ 10th പഠിച്ചിരുന്ന വ്യത്യസ്തമായി ചെയ്തൊരു പ്രോബ്ലമാണ്. അപ്പൊ അതുകൊണ്ടെന്ന് ഇത് നിങ്ങൾ പേടിക്കണ്ട, പക്ഷേ നമ്മൾ ഇത്തിരി ജാഗ്രതയോടെ ചെയ്താൽ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. നിങ്ങളൊന്ന് ഇത് ചുമ്മാ നിങ്ങളിങ്ങനെ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തതിന് ശേഷം ചുമ്മാ ഇങ്ങനെ വായിച്ചു പഠിക്കരുത്. ഈ സാധനം നിങ്ങൾ ചെയ്ത് വീണ്ടും മെത്തേഡ് നന്നായിട്ട് മനസ്സിലാക്കുക, റിപ്പീറ്റഡ്ലി കണ്ട് ഇതിന്റെ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ തനിയെ ഒന്ന് എഴുതി നോക്കുക. തനിയെ എഴുതി നോക്കുമ്പോൾ നമുക്ക് ആൻസറിലെത്താൻ സാധിച്ചാൽ കുറേ പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്പുകളൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ ഒരു മൈനസ് നമ്മൾ പുറത്തെടുത്ത് തിരിച്ചെഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് നോക്കുമ്പോൾ ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടെ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ബാക്കിയൊന്നുമില്ല, ബാക്കിയൊക്കെ സിംപ്ലിഫിക്കേഷൻ വന്നോളും. ഇവിടുന്ന് ഡി കോമൺ എടുത്തു, പിന്നെ ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ n സ്ക്വയർ മൈനസ് n സ്ക്വയറിൻ്റെ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്തത്. പിന്നെ നമ്മൾ പറയുമ്പോൾ പിന്നെ ഇത് മൈനസ് പുറത്തെടുത്ത കേസ്, അത്രയേ ഉള്ളൂ. പിന്നെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് പോയതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റുക. അപ്പോൾ എഴുതി വന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുള്ളൂ എക്സാമിനേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഇതിനെ പ്രാക്ടീസ് ചെയ്യാം.
കൂടുതലാണ്. ഒരു 3-4 തവണയൊക്കെ അത് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസറിൽ എത്തിക്കോളും. ആ ഒരു ശീലം മാറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലമേ ആവത്തില്ല. വളരെ രസിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ പതറാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ദാറ്റ് വിൽ മേക്ക് എ ഗുഡ് റിസൾട്ട്. ഓക്കെ. And this is the next question. In an AP, the nth term is m and the nth term is m, where m not equal to n. Find the pth term. ഇതും ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റൻ ആണ്. ഒരു പ്രീവിയസ് ഇയറിലല്ല, പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിന് മുൻപ് ചെയ്തതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കോമ്പറ്റീവ് എക്സാമിനേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു പ്രോബ്ലം പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ആ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ, ഒരു എ പിയുടെ നമ്മുടെ ഫോർമുല ഇതായിരുന്നു: m × Tm = n × Tn, then Tm + n = 0. ഇതാണ് അതിൻ്റെ റിസൾട്ട്. നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നതല്ല കോമ്പറ്റീവ് എക്സാമിനേഷനൊക്കെ പോകുമ്പോൾ. ഇത് 11 times the 11th term of an AP = 7 times its 7th term. കണ്ടോ? 11 times 11th term, m times mth term = 7 times 7th term. Then implies, അങ്ങനെയാണെങ്കിൽ 18ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം നോക്കിക്കേ, ഇത് കമ്പി കൂട്ടുന്നത് 11 7 18 0 ആയിരിക്കും. ഇതുപോലെ ഏതും അങ്ങനെയാണ്. 21 times the 21st term = 29 times the 29th term in an AP. Then ഇത് നമ്മൾ കൂട്ടുന്ന 21ഉം 29ഉം കൂട്ടുന്ന 50ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇതൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് അറിയാമെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ഏത് ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറയാം, T5 times the 5th term = 6 times its 6th term. Then what about the result? T11 = 0. ഇതൊരു ഫാന്റാസ്റ്റിക് ആയിട്ട് റിസൾട്ടാണ്. സോ കോമ്പറ്റീവ് എക്സാമിനേഷനൊക്കെ പോകുമ്പോൾ, എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ചെല്ലുമ്പോൾ ഇത് അറിയാമെങ്കിൽ നമുക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ മക്കളെ? ഓക്കെ. ഇനി നമ്മുടെ ഈ 25th ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇൻ ആൻ AP, mth term is n എന്ന് വെച്ചാൽ എന്താ? mth term Tm = n and nth term is m, means and nth term = m. Find the pth term. നമുക്ക് വേണ്ടത് TP ആണ് വേണ്ടത്. TP വേണമെങ്കിൽ എയും ഡിയും വേണം അല്ലേ? APയുടെ എന്തും കണ്ടുപിടിക്കാം, എയും ഡിയും ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് എഴുതി പോവാണ്. Tm = n. What is the formula? A + m - 1 × d = n, right? Equation number 1 എന്ന് വിളിക്കാം. And Tn means A + n - 1 × d, that's equal to m, that's given 2. നമുക്ക് വേണ്ടത് എയും വേണം ഡിയും വേണം. ഇത് രണ്ടും കിട്ടിയാൽ പിന്നെ ഏത് ടേമും കണ്ടുപിടിക്കും. മക്കളെ, ഇത് ഒന്ന് കുറച്ചാലോ? നമുക്ക് ഈ 1 - 2 ഒന്ന് ചെയ്താലോ? നമ്മൾ 2 ഇക്വേഷൻ പണ്ട് സ്കൂളിലായിരുന്നപ്പോൾ കുറയ്ക്കാൻ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക. ഇത് സംഭവിക്കുന്ന എയിൽ നിന്ന് എ കുറയ്ക്കുമ്പോൾ അത് 0 ആയി പോകും. പിന്നെ ഇത് അല്ലെ, m - 1 × ഡിയിൽ നിന്നും n - 1 × d കുറയ്ക്കുന്നു അല്ലെ, ഇതിൽ നിന്നും ഇത് കുറയ്ക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെയും കുറയ്ക്കണം അല്ലെ, n - n. നമ്മൾ ചെയ്ത എത്രയാണ്? ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 ഒന്ന് കുറച്ചു. അപ്പൊ എയിൽ നിന്ന് എ കുറച്ചാൽ ഈ സൈഡ് 0. m - 1 × ഡിയിൽ നിന്നും ഇത് കുറയ്ക്കണം, n - 1 × d. അപ്പൊ ഈ സൈഡ് എന്താവും? n ഉണ്ട് മൈനസ് m, n - m. ഓക്കെ ഓക്കെ. ദിസ് ഇംപ്ലൈസ്, ഇതിനകത്തൊരു ഡി ഇങ്ങ് പുറത്തേക്ക് എടുക്കാം അല്ലെ, കോമൺ ഉണ്ടല്ലോ രണ്ടിനകത്തും. ഡി പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? d ഇൻറ്റു ഇവിടെ ഒരു m - 1 ഉണ്ട് മൈനസ് n - 1 ഉണ്ട് = n - m, right? That implies d into bracket ഒന്ന് ഓപ്പൺ ചെയ്യാം, m - 1 minus n plus 1 is equal to n minus m. Okay, the minus 1 plus 1 ഉണ്ടല്ലോ, അത് തമ്മിൽ കൂട്ടുമ്പോൾ 0 ആയി പോകും. So d into m minus n is equal to n minus m. Okay, so what is d? d is equal to n minus m divided by m minus n, right? ഇത്
ബൈ ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് പഴയ പോലെ കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു മൈനസ് ഇങ്ങനെ പുറത്തെടുക്കാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ തിരിഞ്ഞു വരും m മൈനസ് n ബൈ m മൈനസ് n. ന്യൂമറേറ്ററിൽ നിന്നൊരു മൈനസ് പുറത്തെടുക്കും. സംശയം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് മൈനസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തോ. മൈനസ് m, ഇതാ മൈനസ് m ഉണ്ട്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് n, അതും കറക്റ്റാണ്. സോ m മൈനസ് n കട്ടായി പോകും. അപ്പോൾ d എന്ന് പറഞ്ഞാൽ -1 വരും. ഓക്കെ മക്കളെ, അപ്പോൾ ഡിയുടെ വാല്യൂ കിട്ടി. d ഈസ് ഈക്വൽ ടു -1. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? എയും കൂടെ വേണം. അപ്പോൾ d കിട്ടി, ഇനി a കിട്ടണം. a കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് കൊടുത്താൽ മതി. ഇക്വേഷൻ നമ്പർ 1 ഉണ്ടല്ലോ, ഇതിനകത്തൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് m മൈനസ് 1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു n അല്ലേ? നമുക്ക് അതിനകത്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു n എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഡിക്ക് പകരം -1 കൊടുക്കുന്നു. അപ്പോൾ a കിട്ടും. a ഈസ് ഈക്വൽ ടു ഇത് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ n മൈനസ് m മൈനസ് 1 ഇൻറ്റു d. കറക്റ്റ്. അതായത് നമ്മൾ ചെയ്തത്രേ ഉള്ളൂ. ഈ n ഇവിടെ നിർത്തി അവിടെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് അപ്പുറത്തേക്ക് പോയി. ഇനി ഡിയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. ദറ്റ് ഈസ് n മൈനസ് m മൈനസ് 1 ഇൻറ്റു -1. റൈറ്റ്? ഓക്കെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദറ്റ് ഈസ് ഇത് a ആണ്. ദറ്റ് ഈസ് n, ഈ മൈനസും ഇതും കൂടെ മൾട്ടിപ്ലൈ എന്താവും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, m മൈനസ് 1. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. നോക്കിക്കോ മക്കളെ, ഈ ഇൻറ്റു ചെയ്യാണല്ലോ. അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് ആയി, ബാക്കി m മൈനസ് 1. d നമ്മുടെ ഓൾറെഡി ഉണ്ട്, നമ്മൾ -1 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. a ഇപ്പം നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് TP എന്നാണ് പറഞ്ഞേക്കണം. വാട്ട് ഈസ് TP? ഫോർമുല ഈസ് a പ്ലസ് p മൈനസ് 1 ഇൻറ്റു d. റൈറ്റ്? a നമുക്കറിയാം, അതായത് n പ്ലസ് m മൈനസ് 1 പ്ലസ് p മൈനസ് 1 ഇൻറ്റു d ഈസ് -1. ഓക്കെ, ദറ്റ് ഈസ് n പ്ലസ് m മൈനസ് 1. ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് p മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 കട്ടായി പോകും. സോ ഇറ്റ് ഈസ് n പ്ലസ് m മൈനസ് p. ദാറ്റ്സ് ദ ഫോർമുല. TP ഈസ് ഈക്വൽ ടു n പ്ലസ് m മൈനസ് p. മക്കളെ മനസ്സിലായോ? അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ആദ്യത്തെ ഇതിന് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇനി മുമ്പോട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടിക്കോളും. കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒക്കെ ആയിക്കോളും. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് തിരിഞ്ഞു പോകാം. TMന്റെ വാല്യൂ തന്നിട്ടുണ്ട്. TM ഈസ് ഈക്വൽ ടു n ആൻഡ് TN ഈസ് ഈക്വൽ ടു m. ദാറ്റ് ഈസ് അത് രണ്ടും തന്നിട്ടുണ്ട്. നമ്മൾ അതിന് രണ്ടിൻ്റെ ഫോർമുല എഴുതി. TMന്റെ ഫോർമുല എഴുതി, TNന്റെ ഫോർമുല എഴുതി. ഇത് തമ്മിലൊന്ന് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ ഒന്ന് കുറച്ചു. എന്തിനാ അങ്ങനെ കുറച്ചത് എന്നൊരു ചോദ്യം ഉണ്ടാകാം. കുറച്ചത് മറ്റൊന്നിനും അല്ല, നമ്മൾ ഈ എയും ഡിയും കണ്ടുപിടിക്കാനാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് AP-യുടെ എന്തും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു. അതിനകത്ത് നിന്ന് ഡി കണ്ടുപിടിച്ചു. ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1നകത്ത് കൊടുത്തിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1നകത്ത് നിന്നാണ്. 1 ഇംപ്ലൈസ് a പ്ലസ് m മൈനസ് 1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു n. ആ ഫോർമുലയ്ക്കകത്ത് കൊടുത്താണ് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ എ ആയി. എയും ഡിയും കിട്ടിയാൽ പിന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം. അപ്പോൾ TPയുടെ നമ്മളുടെ TP ആണ് ചോദിച്ചേക്കണം. AP-യുടെ TN എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d, TM എന്ന് പറഞ്ഞാൽ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു d, അപ്പോൾ TP എന്ന് പറഞ്ഞാൽ a പ്ലസ് p മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ ഓക്കെ മക്കളെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രാക്ടീസ് ചെയ്യാം. Here is the next question. ഇത് 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Find the 10th term of an AP whose nth term is 2n minus 3 divided by 6. Also find the sum of its first 10 terms. Okay. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 10th term കണ്ടുപിടിക്കുക. T തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് T10 കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കണേ. ആദ്യത്തെ T10 എന്ന് പറഞ്ഞാൽ എന്താ? അതിന് പകരം ജസ്റ്റ് 10 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 10 മൈനസ് 3 ഡിവൈഡഡ് ബൈ 6 അല്ലേ? T10. ഇപ്പോൾ നമുക്ക് വേണ്ടത്
എന്നുള്ളിടത്ത് 10 കൊടുത്ത് മാത്രമേ ഉള്ളൂ. 2 into 10 is 20. 20 minus 3 divided by 6. 20 minus 3 is നമുക്കറിയാം 17. 17 by 6. അപ്പോൾ T10 ആയി. ഇനി നമുക്ക് വേണ്ടത് എന്താ? S10 ആണ് വേണ്ടത്. S10ന്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ആ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അപ്പൊ 10/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 10th ടേം. 10th ടേം നമ്മുടെ കയ്യിൽ ഉണ്ട്. ഫസ്റ്റ് ടേമോടെ കിട്ടിയാൽ മതി. ഓക്കെ. Tn എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. Tn is 2n minus 3 divided by 6 ആണ്. അപ്പൊ T1 എന്ന് പറയുന്നതാണല്ലോ A. അല്ലെങ്കിൽ നമുക്ക് T1 മതി. 2 into 1 minus 3 by 6. That is 2 minus 3 minus 1 by 6. അപ്പോൾ അതുമായി ഇവിടെ ജസ്റ്റ് കൊടുത്താൽ മതിയല്ലോ. 10/2 is 5 ആണ്. ഫസ്റ്റ് ടൈം is minus 1 by 6 plus T10 is 17 by 6. ഓക്കെ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് ആൻസർ ആയി 5 ഇൻറ്റു ഇതിൻ്റെ രണ്ടിൻ്റെയും 6 ആണല്ലോ. മൈനസ് 1 പ്ലസ് 17 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത് 16 വരും അല്ലേ. 5 ഇൻറ്റു 16 by 6. ഇത് നമ്മൾ കട്ട് ചെയ്യാം. 8 വരും. ഇവിടെ 3 വരും. സോ 5 ഇൻറ്റു 8 40. 40 by 3. ദാറ്റ് ഇസ് എ സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ്. നമ്മൾ ചോദിച്ചിരുന്ന അതായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. 2012 എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. പക്ഷെ നമ്മളൊന്ന് എന്താ പറയുക, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമായി. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനെ പറ്റി ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യാം. മോർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് പിന്നീട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പെർട്ടായി മാറിക്കോളും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.